കാക്കനാട് ഫ്ളാറ്റിലെ ജലജന്യ രോഗബാധയിൽ ഇന്നലെ 22 പേർ കൂടി ചികിത്സ തേടിയിരിക്കുകയാണ്. ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് DMO നിയോഗിച്ച സംഘത്തിന് മുന്നിലാണ് ഇവർ ചികിത്സ തേടിയെത്തിയത്. പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. പ്രദീപ്, ഇന്നലെ ഈക്കോളിയുടെ സാന്നിധ്യം ഉൾപ്പെടെ വെള്ളത്തിൽ കണ്ടെത്തിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ പേർ ചികിത്സ തേടിയെത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നിലവിൽ എത്ര പേരാണ് ആകെ ചികിത്സയിലുള്ളത്? എന്ത് നടപടികളിലേക്കൊക്കെ കടക്കുന്നുണ്ട്? കഴിഞ്ഞ ദിവസങ്ങളായുണ്ടായ ജലജന്യ രോഗബാധയിൽ ഏതാണ്ട് 450ഓളം പേരാണ് വിവിധ ഇടങ്ങളിലായി ചികിത്സ തേടിയത്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ 22 പേർ കൂടി ചികിത്സ തേടി എത്തിയത്. ഈ ജലജന്യ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക മെഡിക്കൽ സംഘത്തെ DMO നിയോഗിച്ചിരുന്നു. ഈ മെഡിക്കൽ സംഘത്തിന് മുമ്പിലാണ് 22 പേർ ചികിത്സ തേടിയെത്തിയത്. ഛർദിയും വയറിളക്കം തുടങ്ങിയ രോഗലക്ഷണങ്ങളുമായാണ് ഇവർ എത്തിയത്. ആരുടെയും നില ഗുരുതരമല്ല. അതേസമയം കഴിഞ്ഞ ദിവസം ഈ ഫ്ളാറ്റിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിൻ്റെ സാമ്പിളുകൾ പരിശോധിച്ചിരുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നാണ് സാമ്പിൾ ശേഖരിച്ചത്. അതായത് ടാങ്കർ ലോറിയിൽ വിതരണം ചെയ്യുന്ന വെള്ളം, കൂടാതെ ബോർവെല്ലിൽ നിന്ന് ലഭിക്കുന്നത്, അതുകൂടാതെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്നത്, ഈ വെള്ളമെല്ലാം പരിശോധന നടത്തിയിരുന്നു. 46 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഈ 46 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 19 എണ്ണത്തിൽ മാലിന്യം കലർന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയും വിശദമായ പരിശോധനാ ഫലം വരാനുണ്ട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വെള്ളം അത്ര നല്ലതല്ല. അതായത് വെള്ളത്തിൽ മാലിന്യം കലർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിഗമനം. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. ആകെ ഏതാണ്ട് 4900 പേരാണ് ഈ ഫ്ളാറ്റിൻ്റെ വിവിധ ടവറുകളിലായി താമസിക്കുന്നത്. അതായത് വളരെ വലിയ ഫ്ളാറ്റാണ്. ഓരോ ടവറുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധനയും മറ്റ് കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, പ്രദീപാണ് വിവരങ്ങൾ നൽകിയത്.